പഠിക്കുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് +2 മാത്തമാറ്റിക്സിലെ തന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയാണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രി കുറേ ക്ലാസ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന വേറൊന്നുമല്ല, ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മാത്രമല്ല നിങ്ങൾ എഞ്ചിനീയറിങ്ങിന് അതുപോലെ തന്നെ BSc ഫിസിക്സ് മാത്സ് അതുപോലെ BCA ഇതൊക്കെ എടുക്കുമ്പോൾ മാത്സിൽ ഒഴിച്ചുകൂടാനാത്തൊരു ടോപ്പിക്കാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ട്രിഗണോമെട്രി നല്ലതുപോലെ പഠിക്കുന്നവർക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രി നല്ലപോലെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ഭയങ്കര ആപ്ലിക്കബിലിറ്റി ഒക്കെ ഉള്ളതാണ്, ഭയങ്കര ആപ്ലിക്കേഷൻ ഉള്ളതാണ്. അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിലും അതുപോലെ തന്നെ എയ്റോസ്പേസിലും എയ്റോനോട്ടിക്കലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ, ഇതിനകത്തൊരു 10-70 ഇക്വേഷൻസ് ഉണ്ട്, അതെല്ലാം പഠിച്ച് ഈ ട്രിഗണോമെട്രിയിൽ എന്നാലേ നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രി നല്ലതുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് സൈൻ ഇൻവേഴ്സ് 2x ഡിവൈഡ് ബൈ 1 + x². ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു സൗണ്ട്, വണ്ടിയോ എന്തോ ബ്രേക്ക് ചെയ്തെന്ന് തോന്നുന്നു, അതിൻ്റെയാണ്. ഓക്കെ, ഈ പ്രോബ്ലം അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് നമ്മളൊരു ഇക്വേഷൻ പരിചയപ്പെടാം. സൈൻ 2θ = 2 tan θ ഡിവൈഡ് ബൈ 1 + tan² θ എന്ന് പറയുന്നതാണ് ഒരു ഇക്വേഷൻ. നമ്മൾ സൈൻ 2θയ്ക്ക് 2 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഒന്ന് 2 sin θ cos θ, അതുപോലെ തന്നെ 2 tan θ ഡിവൈഡ് ബൈ 1 + tan² θ. ഈ 2 ഇക്വേഷൻ നമ്മൾ പഠിച്ചിടണം. ഇവിടെ സൈൻ 2θ = 2 tan θ, ടാനിലൊരു ഇക്വേഷനാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ എത്തിക്കേണ്ടത് ടാനിലാണ്, അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സൈൻ 2θ = 2 tan θ ഡിവൈഡ് ബൈ 1 + tan² θ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോവാം. പ്രൂവ് ദാറ്റ് സൈൻ ഇൻവേഴ്സ് 2x ഡിവൈഡ് ബൈ 1 + x² = 2 tan ഇൻവേഴ്സ് x എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ആദ്യം നമ്മൾ ഈ ലെഫ്റ്റ് പാർട്ട് എടുത്ത് എഴുതും. LHS = സൈൻ ഇൻവേഴ്സ് 2x ഡിവൈഡ് ബൈ 1 + x² എന്ന് പറഞ്ഞ് അങ്ങോട്ട് എടുത്ത് എഴുതും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. പുട്ട് x = tan θ എന്ന് പറഞ്ഞ് കൊടുക്കും. അതിൽ നിന്ന് തീറ്റ കണ്ടുപിടിക്കും. തീറ്റ കണ്ടുപിടിക്കുമ്പോൾ ടാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഇത് ഇനി വരുമ്പോൾ താഴെ ബൈ ടാൻ എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. അത് മണ്ടയിലോട്ട് എഴുതുമ്പോൾ ടാൻ ഇൻവേഴ്സ് x എന്ന് പറഞ്ഞ് എഴുതും. അപ്പോൾ നമുക്ക് തീറ്റ എന്ന് പറയുന്നത് കിട്ടും ടാൻ ഇൻവേഴ്സ് x. ഇനി നമ്മൾ എടുത്തെഴുതി LHS = സൈൻ ഇൻവേഴ്സ് 2x ഡിവൈഡ് ബൈ 1 + x² എന്ന് പറഞ്ഞ് കിട്ടി. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈക്വൽ സൈൻ ഇൻവേഴ്സ് 2x പകരം നമ്മൾ ഈ കൊടുക്കുന്ന ഈ ടാൻ തീറ്റ കൊടുക്കണം. 2 tan θ ഡിവൈഡ് ബൈ 1 + tan² θ എന്ന് പറഞ്ഞ് നമ്മൾ ആ എക്സിന് പകരം കൊടുക്കണം. കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും തീറ്റയ്ക്ക് എടുത്ത് സ്ക്വയർ കൊടുക്കരുത്, അത് തെറ്റാണ്. tan² θ എന്ന് പറഞ്ഞ് വേണം എഴുതാൻ. ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ സൈൻ ഇൻവേഴ്സ് ഈ 2 tan θ ഡിവൈഡ് ബൈ 1 + tan² θ എന്ന് പറയുന്നത് നമ്മൾ ഈ തീറ്റയിലാണ് ഇക്വേഷൻ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ആൻസർ നമ്മളിവിടെ പഠിച്ചു വെച്ചിട്ടുണ്ട്. സൈൻ 2θ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തെഴുതുക. അത് എടുത്തെഴുതിയതിന് ശേഷം നമ്മൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞ് എടുത്തെഴുതരുത്, കാരണം തീറ്റയിലാണ് ഇക്വേഷൻ കിടക്കുന്നത്, ഫംഗ്ഷൻ തീറ്റയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇക്വേഷൻ എഴുതുന്നത് തന്നെ സൈൻ 2θ എന്ന് വേണം പറഞ്ഞെഴുതാൻ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ സൈൻ കൂടെ ക്യാൻസലായി കഴിഞ്ഞാൽ പിന്നെ 2θ മാത്രമാണ് നമുക്ക് ഉള്ളത്. ഈ 2θ എഴുതിയ ശേഷം ഈ തീറ്റയുടെ വാല്യൂ 2θ എന്ന് എഴുതിയാൽ നമ്മുടെ ആൻസർ ശരിയാണ്. എന്നാലും നമ്മൾ തീറ്റയെ വാല്യൂവിനെ എക്സിലേക്ക് കൊണ്ടുവരണം, കാരണം നമ്മുടെ ഇക്വേഷൻ എക്സിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ തീറ്റ എന്ന് പറയുന്നതിന് പകരം നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ വാല്യൂ എടുത്തങ്ങോട്ട് എടുക്കുക, 2 tan ഇൻവേഴ്സ് x എന്ന് പറഞ്ഞ് എടുക്കുക. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇത് തന്നെ പ്രൂവ് ആയി കിട്ടി. അപ്പോൾ നമ്മൾ ഈക്വൽ RHS എന്ന് പറഞ്ഞ് എഴുതി നിർത്തണം. അപ്പോൾ നമ്മൾ ഇതേപോലുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ നല്ലപോലെ ചെയ്ത് പഠിക്കുക. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ ഇനിയും വേറെ വലിയ പ്രോബ്ലംസ് ഇനിയുണ്ട്. നമുക്ക് വരും വീഡിയോസിൽ നമുക്കതെല്ലാം നല്ലതുപോലെ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ നല്ലപോലെ പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക.